ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ വന്നിട്ട് ആദ്യം വെള്ളത്തിലിട്ട് വന്നിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി. ഈ തക്കാളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വേവിച്ചത്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വന്നിട്ട് ഞാൻ കല്ലിൽ വെച്ച് ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കട്ട് ചെയ്തു, പിന്നെ വന്നിട്ട് ഞാൻ വിചാരിച്ചു ചതച്ചെടുക്കാമെന്ന്. ഈ വോയിസ് ഓവറിനിടയ്ക്ക് പല അപശബ്ദങ്ങളും കേൾക്കും. എൻ്റെ മകൾ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഓക്കെ, എന്നിട്ട് ഗൈസ് ഞാൻ വന്നിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വന്നിട്ട് നന്നായിട്ട് ചതച്ചെടുത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒണിയൻ വന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി വന്നിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വന്നിട്ട് ഈ പച്ചയോടെ തക്കാളി അരച്ച് കഴിഞ്ഞാൽ ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേവിച്ചിട്ടാണ് അതിൻ്റെ തൊലി എടുത്ത് മാറ്റിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കട്ടിയുള്ള പാനിലേക്ക് വന്നിട്ട് കടുക് താളിച്ച് അതിലേക്ക് ജീരകവും ഇട്ട് അതിലേക്ക് നമ്മുടെ പൊട്ടുക്കടല ഇട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വന്നിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മസാല ആഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നു, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കാണിക്കില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതേപോലെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് ആ മസാലയുടെ പച്ചമുളകൊന്ന് മാറി മൂത്തൊക്കെ വരുമ്പോഴത്തേക്കും അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി വന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ടൊമാറ്റോ വന്നിട്ട് അതൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ആ മിക്സിയിൽ തന്നെ കഴുകിയ മിക്സിയിൽ തന്നെ ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. റൈസ് വന്നിട്ട് ഞാൻ ബിരിയാണി റൈസ് എടുത്തിരിക്കുന്നത്, അതേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വൈറ്റ് റൈസ് പൊന്നി അരി എടുക്കാം, അതേപോലെ നമ്മുടെ റേഷൻ കടയിലെ വെള്ള അരി ഉണ്ടല്ലോ അതും എടുക്കാം. വൈറ്റ് റൈസ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അത് ഞാൻ നേരെ ആ വെള്ളത്തിലേക്ക് വന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചു, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ ഒരു 1/4 വേവ് ആയപ്പോഴത്തേക്ക് അതിലേക്ക് വന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കുറച്ച് നെയ്യും വന്നിട്ട് ഒഴിച്ചു. നെയ്യ് ഡിപ്പെൻസാണ്, ആവശ്യമുള്ളവർ വന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ ബാക്കി കറക്റ്റ് ഒരു 5 മിനിറ്റ് കൂടെ വന്നിട്ട് വേവിച്ച് കറക്റ്റായിട്ട് കിട്ടി. നമുക്ക് കുറച്ച് ഇങ്ങനെ ഈ വെള്ളം പോലെ കാണുന്നുണ്ടെങ്കിൽ പോലും അത് ഫ്ലാഷിൻ്റെതാവാൻ വേണ്ടി. പക്ഷേ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്, പരസ്പരം ഒട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. കാര്യം നമുക്കിതിന് കറി ഒന്നും വേണ്ടി വരില്ല. ഒരു തൈരോ അച്ചാറോ ഒരു ഓംപ്ലേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും. ഒന്നും ഇല്ലാണ്ട് കഴിച്ച് നോക്കിയാലും അടിപൊളിയായിരിക്കും. എപ്പോഴും ചോറും കറിയൊക്കെ അല്ലേ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്, നന്നായിട്ടുണ്ടാവും.